അടിപൊളിയായിരുന്നു. പടം സെറ്റായിരുന്നു. ഒന്നും പറയാനില്ല. ആ കറക്റ്റായിട്ടുള്ള ഒളിപ്പോര്, ഗൊറില്ല വാർസ് അതൊക്കെ കറക്റ്റായിട്ട് കാണിച്ചിട്ടുണ്ട്. പിന്നെ കറക്റ്റായിട്ടല്ല, കാണിക്കാൻ പറ്റുന്ന രീതി അവർ കാണിച്ചിട്ടുണ്ട്. പിന്നെ ടോർച്ചേഴ്സ് അവസാനം അനുഭവിച്ച അതൊക്കെ കാണിച്ചിട്ടുണ്ട്. വിഷ്വൽ അടിപൊളിയാണ്, സീനൊന്നുമില്ല. വിക്കി കൗശൽ അടിപൊളി, രണ്ടുപേരുടെ കോംബോ ഒക്കെ അടിപൊളിയാണ്. കൊള്ളാം. വിക്കി കൗശൽ വിഷയമാണ്, കഥയും വിഷയമാണ്. പടം കൊള്ളാം, കണ്ടിരിക്കാം. ഇല്ല കുഴപ്പമില്ല, വലിയ റോള് കൊടുത്തിട്ടില്ല, അതുകൊണ്ട് ഓക്കെയാണ്. വിഷയം കാര്യങ്ങളും പടം എല്ലാ സീനിലും പക്ക. വിക്കി കൗശൽ പക്ക സീൻ. പടം അടിപൊളി പടം തന്നെയാണ്. ആദ്യം ഒരു സാധാ രീതി വരും, എല്ലാം ബോളിവുഡ് പടം പോലെ. അവസാനം അരമണിക്കൂർ പടം പിടിച്ചെടുക്കുന്നത്. എന്തായാലും ഇനി ഒരു 5 വർഷം കഴിയാൻ നേരത്ത് ടോപ്പ് നിൽക്കുന്ന വിക്കി കൗശലും രമി കപൂറും ആയിരിക്കും അവിടെ ബോളിവുഡിൽ. അടിപൊളി പടമാണ്. അവസാനം അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. അതിൽ മോഷനൊക്കെ പിടിച്ച് സെറ്റായിട്ട് അവരെടുത്തിട്ടുണ്ട്. അതുവരെ ഒരു നോർമൽ രീതിയായിരുന്നു. എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. അരമണിക്കൂർ ലാസ്റ്റ് സെറ്റാ. സീക്വല് എങ്ങനെയാ? സീക്വൽ ഇല്ലല്ലോ, അല്ലെങ്കിൽ പ്രീക്വല് അതുണ്ടാകാൻ ചാൻസ് ഉള്ളല്ലോ. സെറ്റായിരുന്നു. എല്ലാവരും ഉണ്ട്. എല്ലാവരുടെയും പെർഫോമൻസും ക്യാരക്ടർ അവിടെ അറിയുന്നവർ കുറച്ചുപേരേ ഉള്ളൂ. ബാക്കിയൊക്കെ സെറ്റ് ആയിരുന്നു. ബ്രഹ്മാണ്ടം എന്ന് പറയാൻ പറ്റില്ല. അത് തെലുങ്കന്മാർക്കും ഇവർക്ക് എടുക്കാൻ പറ്റത്തുള്ളൂ. ഇതൊരു ക്ലാസിക് ഡ്രാമാറ്റിക് ആ സംഭവം. അങ്ങനെ എടുക്കാൻ പറ്റത്തുള്ളൂ ഇവർക്ക്. അങ്ങനെയാണല്ലോ ഇവര്. ഹിന്ദിക്കാർക്ക് തെലുങ്കന്മാരും തമിഴന്മാരും എടുക്കുന്ന പോലെ മാസ് പറ്റത്തില്ല. പക്ഷെ കറക്റ്റ് മീറ്റർ പിടിച്ചെടുത്തിട്ടുണ്ട്. അവസാനം അരമണിക്കൂറാണ് പടം കത്തുന്നത്. എനിക്കൊരു വിഷ്വൽ എക്സ്ട്രാവഗൻസ് എന്നൊക്കെ പറയുന്ന രീതിയിൽ ഒരിടത്ത് പോലും ഫീൽ ചെയ്തില്ല. ഇത് നമ്മൾ സാധാരണ നെറ്റ്ഫ്ലിക്സിൽ ഒരു ഡോക്യുമെന്ററി അല്ലെങ്കിൽ ഒരു പഴയ ഡോക്യുമെന്ററി അല്ലെങ്കിൽ നമ്മൾ ഒരു കുറച്ച് ക്യാഷ് ഇൻവെസ്റ്റ് ചെയ്തിട്ട് നമ്മൾ കാണുന്ന സീരിയലിൽ അങ്ങനത്തെ ഒരു ഫീല് മാത്രമേ എനിക്ക് സിനിമയിൽ ഉടനീളം കഴിഞ്ഞുള്ളൂ. പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ ആക്ഷൻ കൊറിയോഗ്രാഫി അറിയാലോ, ഇങ്ങനത്തെ സിനിമകളാകുമ്പോഴത്തേക്കും ആളും പരിചയമുള്ള ഇങ്ങനത്തെയുള്ള അറ്റാക്സും കാര്യങ്ങളൊക്കെ തന്നെയാണ് സിനിമയിൽ ഉടനീളം കാണിക്കുന്നത്. പക്ഷെ അതിലെന്തെങ്കിലും ഒരു വ്യത്യസ്തത വന്നു എന്ന് എനിക്ക് തോന്നിയില്ല. നമ്മൾ സിനിമ കാണുന്ന ഇത് തന്നെയാണ്. അപ്പം ഒരു വല്ലാത്ത ഒരേ ട്രാക്കിൽ തന്നെയാണ് പോകുന്നത്. സിനിമയിൽ ഒരിടത്തും ഒരു ഹൈ മൊമെന്റ്സ് കിട്ടിയതായിട്ട് എനിക്ക് വ്യക്തിപരമായിട്ട് തോന്നിയില്ല. പ്രത്യേകിച്ച് അവരുടെ ആക്ഷൻ സീക്വൻസ്, അതായത് അവർ മുഗൾസ് അറ്റാക്ക് ചെയ്യുമ്പോഴത്തേക്ക് ഇവരെങ്ങനെയാണ് ഓരോരോ, ഇപ്പം നമ്മൾ ഗറില്ല മോഡലിൽ നമ്മൾ അറ്റാക്ക് ചെയ്യും, അല്ലെങ്കിൽ വേറെ മോഡൽ, അങ്ങനെ 3-4 ടൈപ്പുകൾ ഇത് കാണിക്കുന്നുണ്ട്. പക്ഷെ അതിനൊന്നും ഒരു അതൊക്കെ സത്യം പറഞ്ഞാൽ ഒരു ഗൂസ് ബംസ് കിട്ടേണ്ട ഒരു സാധനമായിരുന്നു. അതൊന്നും കഥ അറിയാമെങ്കിൽ കുറച്ചുകൂടി എളുപ്പമായിരിക്കും. പിന്നെ വിക്കി കൗശൽ ഓക്കെ, നല്ല ആക്ടിങ് ആയിരുന്നു. സ്പീഡല്ല, ലാഗില്ല, കണ്ടിരിക്കുക. ഹിസ്റ്ററി അറിയാവുന്നവരൊക്കെ. വിഷ്വലൊക്കെ കൊള്ളാം. ഓവറായിട്ട് VFX ചെയ്തിട്ടില്ല, അത്യാവശ്യം ഓക്കെയാണ്. ഫസ്റ്റ് സീനൊക്കെ നൈസാണ്, ലയനെ കൊല്ലുന്നൊക്കെ. ഓവറാക്കിയിട്ടില്ല. പുഷ്പയുടെ അത്ര ഇല്ല, പക്ഷെ എന്നാലും ആക്ടിങ് ഓക്കെയാണ്. ഈ പ്രാവശ്യം അത്ര ഓവറല്ല ബ്രോ. നൈസ് പടം.